എല്ലാവർക്കും നമസ്കാരം. സർവ്വലോകങ്ങൾക്കും നാഥനായ പരമശിവൻ ഒരേ സമയം സംഹാരകനും സംരക്ഷകനും യോഗിയുടെ കുടുംബനാഥനുമാണല്ലേ. ഭക്തരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ലോകത്തിൻ്റെ നിലനിൽപ്പിനായി അദ്ദേഹം അനേകം രൂപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയുമായിരിക്കുമല്ലോ. ഓരോ രൂപവും ഓരോ തത്വത്തെയും സത്യത്തെയും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അനന്തമൂർത്തിയുടെ വിസ്മയകരമായ ചില രൂപങ്ങളുടെ ഒരു ആത്മീയ യാത്ര പോയാലോ? ശിവഭഗവാന്റെ ഒരു രൂപമാണ് നടരാജൻ. ശിവന്റെ ഏറ്റവും ചലനാത്മകമായ പ്രപഞ്ചത്തിന്റെ താളത്തെ പ്രതിനിധീകരിക്കുന്ന രൂപമാണ് നടരാജൻ ട്ടോ. അദ്ദേഹത്തിന്റെ നൃത്തം, സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധനം, അനുഗ്രഹം എന്നീ പഞ്ചകൃത്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ശിവന്റെ ഒരു കൈയിൽ ഡമരു, ഇത് സൂചിപ്പിക്കുന്നത് സൃഷ്ടിയുടെ പ്രതീകമാണ്. മറുകൈയിൽ അഗ്നി, സംഹാരത്തിന്റെ പ്രതീകമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ശിവഭഗവാന്റെ ഉയർത്തിയ കാൽ മോക്ഷത്തെയും ചവിട്ടി നിൽക്കുന്ന അപസ്മാരൻ ആജ്ഞയെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ ദിവ്യനൃത്തം പ്രപഞ്ചത്തിന്റെ നിത്യമായ ചലനങ്ങളെയാണ് ഓർമ്മപ്പെടുത്തുന്നത് എന്നാണ് വിശ്വാസം. ശിവന്റെ മറ്റൊരു രൂപമാണ് അർദ്ധനാരീശ്വരൻ. ശിവന്റെയും ശക്തിസ്വരൂപിണിയായ പാർവതി ദേവിയുടെയും അവിഭാജ്യമായ ഐക്യത്തെയാണ് അർദ്ധനാരീശ്വര രൂപം പ്രതിനിധീകരിക്കുന്നത്. ഈ രൂപം പുരുഷ സ്ത്രീ തത്വങ്ങൾക്ക് പരസ്പരം പൂരകങ്ങളാണെന്നും പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഈ രണ്ട് ഊർജങ്ങളുടെയും സന്തുലിതാവസ്ഥയിൽ നിലനിൽക്കുന്നു എന്നും നമ്മെ പഠിപ്പിക്കുന്നു. ശിവനില്ലാതെ ശക്തിയില്ല, ശക്തിയില്ലാതെ ശിവനുമില്ല എന്ന അദ്വൈത തത്വമാണ് ഇവിടെ ദർശിക്കാൻ കഴിയുന്നത്. ശിവന്റെ അടുത്ത രൂപമാണ് ദക്ഷിണാമൂർത്തി. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും പ്രതീകമാണ് ദക്ഷിണാമൂർത്തി. ശിവന്റെ ഈ രൂപം നിശബ്ദനായ ഗുരുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ലോകത്തിലെ എല്ലാ അറിവുകളും അദ്ദേഹത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു എന്നാണിത് സൂചിപ്പിക്കുന്നത്. ആൽമര ചുവട്ടിലിരുന്ന് ചിന്മുദ്രയിലൂടെ ലോകത്തിന് അറിവ് പകർന്നു നൽകുന്ന ഈ ഭാവം ആത്മീയമായ ജ്ഞാനവും ആഴത്തിലുള്ള ധ്യാനവും നേടുന്നുവെന്ന് നമ്മെ പ്രചോദിപ്പിക്കുന്നു. മറ്റൊരു രൂപമാണ് ഭൈരവൻ. ശിവന്റെ രൗദ്രവും സംരക്ഷകനുമായ ഭാവമാണ് ഭൈരവൻ. തിന്മയെയും ആജ്ഞയെയും നശിപ്പിക്കാൻ ഈ രൂപം സ്വീകരിക്കുന്നു. ഓരോ ദിശയ്ക്കും ഓരോ ഭൈരവൻ എന്ന സങ്കല്പമുണ്ട്. 8 ദിശകളെയും ഭൈരവന്മാർ സംരക്ഷിക്കുന്നു എന്നാണ് വിശ്വാസം. ഭൈരവന്റെ രൂപം നമ്മളെയെല്ലാം ഭയപ്പെടുത്തും എങ്കിൽ പോലും ഭക്തരെ ദുരിതത്തിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു പിതാവായും അദ്ദേഹം നിലകൊള്ളുന്നുണ്ട്. യോഗി ശിവൻ. ശിവന്റെ ഏറ്റവും പ്രശാന്തമായ രൂപങ്ങളിൽ ഒന്നാണ് യോഗി ശിവൻ അഥവാ ആദിയോഗി എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ആദ്യത്തെ യോഗിയും ആത്മീയ ഗുരുവുമായി അദ്ദേഹത്തെ കണക്കാക്കുന്നു. ഭൗതിക സുഖങ്ങളിൽ നിന്നും വിട്ട് ആത്മാന്വേഷണത്തിൽ മുഴുകി ധ്യാനനിരതനായിരിക്കുന്ന ഈ രൂപം ആത്മീയതയുടെയും ആന്തരിക ശാന്തിയുടെയും പരമമായ പ്രതീകമാണ്. ഈ ഭാവം നമ്മെ ഉള്ളിലേക്ക് നോക്കാനും സ്വയം കണ്ടെത്താനും സഹായിക്കുന്നുണ്ട് ട്ടോ. ശിവന്റെ മറ്റൊരു രൂപമാണ് ഗംഗാധരൻ. ഭഗീരഥന്റെ തപസ്സു കാരണം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരാൻ തുടങ്ങിയ ഗംഗാനദിയുടെ പ്രവാഹത്തെ തൻ്റെ ജടയിൽ ഏറ്റുവാങ്ങിയവനാണ് ഗംഗാധരൻ. ഗംഗയുടെ ശക്തി ഉൾക്കൊള്ളുവാനും ഭൂമിക്ക് അഗാധമില്ലാതെ അതിനെ എത്തിക്കുവാനും ശിവന് മാത്രമേ കഴിഞ്ഞുള്ളൂ. ശിവന്റെ ഈ രൂപം കരുണയെയും ലോകത്തെ ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കുവാനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെയും ഓർമ്മപ്പെടുത്തുന്നു. ശിവന്റെ ഈ വിവിധ രൂപങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇങ്ങനെ അനന്തമായ രൂപങ്ങളിലൂടെ പരമശിവൻ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഓരോ രൂപത്തിലും ഓരോ പാഠവും ഓരോ അനുഗ്രഹവും നമുക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ശിവൻ നമ്മുടെ പ്രാർത്ഥനയെല്ലാം കേൾക്കുന്നതായിരിക്കും. ശിവന്റെ ഈ വിവിധ ഭാവങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നത് ഭക്തരുടെ മനസ്സിൽ ശാന്തിയും ഭക്തിയും ആത്മീയ ഉണർവും നിറച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ യാത്രയിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും പരമശിവന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.